അത് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് അവൻ ധരിച്ച കോട്ട് അഴിച്ച് സോഫയിൽ ഇട്ട് അവളുടെ അടുത്തായി വന്ന് കിടന്നു. അവളെ അവനോട് ചേർത്ത് പിടിച്ച് അവളെ പൊതിഞ്ഞു പിടിച്ച് അവൻ കിടന്നു. ഇനി എൻ്റെ കൊച്ചു ഉറങ്ങിക്കോ, അവളുടെ മൂർധാവിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കണ്ണുകൾ അടച്ച് അവൾ അത് സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ച് അവൾ കിടന്നു. അവൻ പതിയെ അവളെ തട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ അവൻ്റെ ഹൃദയതാളം കേട്ട് കിടന്നുറങ്ങി. അവനും ആ കിടപ്പിൽ തന്നെ ഉറങ്ങിപ്പോയി. ഏറെ നേരത്തെ ഉറക്കത്തിന് ശേഷം ആദ്യം ഉണർന്നത് ഡെറി ആയിരുന്നു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്ന് ഉറങ്ങുവാണ് പാറു. അവൻ അവളുടെ തലയിലായി ഒന്ന് മുത്തിയതിനു ശേഷം സൂര്യയെ നോക്കി. അവനെ നോക്കിയപ്പോൾ കണ്ടു തങ്ങളെ തന്നെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യയെ. ഡെറി നോക്കുന്നത് കണ്ടതും സൂര്യ അവനോടായി പറഞ്ഞു, ഇതൊരു ഹോസ്പിറ്റലാണ് എന്ന് രണ്ടിനും ഇടയ്ക്ക് ഓർമ്മ വരുന്നത് നല്ലതാണ്. സൂര്യ ഡെറിയെ നോക്കി ഒരു ചിരിയോടെ അവനോടായി പറഞ്ഞു, പോടാ അവിടുന്ന്. എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സ്ഥലമൊന്നും നോക്കേണ്ട കാര്യമില്ല. സൂര്യയുടെ കളിയാക്കൽ കേട്ടതും ഡെറി അവനോടൊരു പുച്ഛത്തോടെയായി പറഞ്ഞു, എൻ്റെ പൊന്നോ, ഞാനൊന്നും പറയുന്നില്ലേ. ഡെറിയുടെ സംസാരം കേട്ടതും ഒരു അടി തുടങ്ങാൻ മൂടില്ലാത്തത് കൊണ്ട് അവൻ ഡെറിയോട് പറഞ്ഞു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ശ്രീപതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയത്. ഡെറി അപ്പോഴും അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീ എഴുന്നേൽക്കുവാണ് എന്ന് മനസ്സിലായതും ഡെറി അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ എഴുന്നേറ്റിട്ടും അവൻ്റെ നെഞ്ചോട് തന്നെ ചേർന്നിരുന്നു. എൻ്റെ പാറൂസിൻ്റെ ക്ഷീണമൊക്കെ മാറിയോ? പാറുവിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ഡെറി അവളോടായി ചോദിച്ചു. മാറി ചായ, ഉറക്കത്തിൻ്റെ ക്ഷീണം വിട്ടുമാറാതെ പാറു അവനോടായി പറഞ്ഞു. എന്ത് പറ്റി എൻ്റെ ശ്രീകുട്ടിക്ക് ഇന്നൊരു ക്ഷീണം? ആദ്യമായിട്ട് അവളെ അങ്ങനെ കണ്ടതും സൂര്യ ഒരു സംശയത്തോടെ അവളോടായി ചോദിച്ചു. അതേട്ടാ, 2 ദിവസമായിട്ട് ഇത്തിരി തിരക്കൊക്കെ ആയിരുന്നല്ലോ, കൂടാതെ സർജറിയും. അപ്പോൾ ഉറക്കം ശരിയായില്ല, അതാ. സൂര്യയുടെ ചോദ്യം കേട്ടതും അവളൊരു ഇളിയോടെ അവനോടായി പറഞ്ഞു. എടാ ഡെറി, ഇവളുടെ കഴിപ്പൊക്കെ കണക്കാണ്. ഇവളുടെ കോലം തന്നെ കണ്ടില്ലേ? സൂര്യ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡെറിയോട് പറഞ്ഞു. സൂര്യ പറയുന്നതൊക്കെ കേട്ടതും ഡെറി അവളെ ഒന്ന് നോക്കി. അപ്പോൾ അവൾ അവനെ നോക്കിയൊന്ന് ഇളിച്ച് കാണിച്ചു. എന്നിട്ട് സൂര്യയെ ഒന്ന് കോർപ്പിച്ചു നോക്കാനും അവൾ മറന്നില്ല. ഡെറി എന്തോ പറയാൻ വന്നപ്പോഴാണ് ഡോർ തുറന്ന് ദേവു അവിടേക്ക് വന്നത്. അവൾ വന്നപ്പോൾ കണ്ടത് ഡെറിയുടെ നെഞ്ചിൽ കിടക്കുന്ന സ്ത്രീയെയാണ്. അവൾ അതൊന്ന് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവിടെയുള്ള ചെയറിലായിരുന്നു. എന്താണ് എല്ലാവരും കൂടെ ഇവിടെയൊരു ചർച്ച? ദേവു അവരെയെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അവരോടായി ചോദിച്ചു. മോളെ ദേവു, നീ പറ, പാറു സമയത്ത് ഫുഡ് കഴിക്കാറുണ്ടോ? ദേവുവിൻ്റെ ചോദ്യം കേട്ടതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഡെറി അവളോടായി മറുചോദ്യം ചോദിച്ചു. പാറു ആണേൽ ആകെ പെട്ട അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ദേവു ഉള്ള സത്യം അവരോട് പറയുമെന്ന് അവൾക്ക് നന്നായി അറിയാം. ഇന്നത്തോടെ എല്ലാം തീരുമാനമായി എന്ന പോലെ അവൾ ഇരുന്നു. എവിടുന്ന്, ഞാൻ അവളോട് പറഞ്ഞു മടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇവൾക്ക് BP ലോ ആകാറുമുണ്ട്. ഇവൾക്ക് ഈ തിരക്കുള്ള സമയത്തിൽ ഫുഡ് കണക്കാണ്. എന്നാലും ഈ മടിച്ച് കഴിക്കാൻ കൂട്ടാക്കാറില്ല. ഇവൾക്ക് മൂഡ് തോന്നിയാൽ മാത്രം കിച്ചണിൽ കയറി എന്തേലും ഉണ്ടാക്കി കഴിക്കും, അല്ലേൽ അതുമില്ല. പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവു അവനോടായി പറഞ്ഞു. ശ്രീയാണേൽ ആകെ പെട്ട അവസ്ഥയിലായി. അവൾ എല്ലാവരെയും ഒന്ന് നോക്കി ഇളിച്ച് കാണിച്ച് അവിടെ എല്ലാവരും അവളെ കലിപ്പിച്ച് നോക്കി ഇരിക്കുകയായിരുന്നു. ഇന്ന് തന്നെ ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു മെയ്ഡിനെ നിർത്തിക്കോളാം. അവർ നോക്കിക്കോളും ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. ഡെറി പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അല്പം ഗൗരവത്തോടെ അവരോടായി പറഞ്ഞു. അതൊന്നും വേണ്ട ഇച്ചായ, വെറുതെ എന്തിനാ? പാറു അവനെ നോക്കി ഒരു ചിരിയോടെ അവനോടായി ചോദിച്ചു. മിണ്ടാതെ ഇരുന്നോണം, അവളുടെ കോലം കണ്ടില്ലേ? ഇനി ഫുഡ് കഴിക്കാതെ നടന്നു എന്നറിഞ്ഞാൽ ഞാൻ ശരിയാക്കും നിന്നെ. അവളുടെ മുഖത്തെ ചിരി കണ്ടതും ഡെറി അല്പം ദേഷ്യത്തോടെ അവളോടായി പറഞ്ഞു. ഇനി ഞാൻ നല്ല കുട്ടിയായിട്ട് ഫുഡ് കഴിച്ചോളാം. അവൻ്റെ ദേഷ്യം കണ്ടതും പാറു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവനോടായി പറഞ്ഞു. ചേട്ടായി, ഞങ്ങൾക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ദേവു അല്പം ഗൗരവത്തോടെ അവനോടായി പറഞ്ഞു. അതേ ഇച്ചായ, ചിലപ്പോൾ ഇത് എല്ലാം ഞങ്ങളുടെ സംശയമായിരിക്കാം. പക്ഷേ എവിടെയൊക്കെ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. ദേവുവിൻ്റെ പുറകെ ശ്രീയും അവരോടായി പറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇരുവരും പറയുന്നത് കേട്ടതും സൂര്യ ഒരു സംശയത്തോടെ അവരോടായി ചോദിച്ചു. അതേ സംശയം തന്നെയായിരുന്നു ഡെറിയിലും. അത് ഈ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി ഒരു മാഫിയ ഉണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഇരുവരുടെയും മുഖത്തെ സംശയം കണ്ടതും ദേവുവാണ് കാര്യങ്ങൾ പറഞ്ഞത്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ദേവു പറയുന്നത് കേട്ടതും ഡെറി അല്പം ഗൗരവത്തോടെ അവരോടായി ചോദിച്ചു. അത്രയും നേരം അവൻ്റെ മുഖത്തുണ്ടായ ശാന്തത ആ നിമിഷം ഇല്ലായിരുന്നു എന്ന് മാത്രം. അതിച്ചായ, ഇത് ഞങ്ങളുടെ ഒരു സംശയം മാത്രമാണ്.
ഇവിടെ സ്റ്റോക്കിൽ വരുന്ന പല മെഡിസിനും മിസ്സാവുന്നുണ്ട്. അതും കൂടാതെ ഞാൻ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന പല സർജറി എൻ്റെ പോലും അനുവാദമില്ലാതെ ഡോക്ടർ ഐസക്ക് അത് അറ്റൻഡ് ചെയ്യും. അതിനെപ്പറ്റി പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ സീനിയർ ഞാനാണ്, ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വായടക്കും. അതുമല്ല, ഇവിടെ കയറുന്ന മിക്ക ജൂനിയർ ഡോക്ടേഴ്സ് ഡോക്ടർ ഐസക്കിൻ്റെ റെക്കമെൻഡേഷനാണ്. അതിന് സപ്പോർട്ട് നിൽക്കുന്നത് ഇവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റ് മീര. അവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇവിടെ ഒരു സംസാരമൊക്കെയുണ്ട്. അതുകൂടാതെ ഇവിടെ കൊണ്ടുവരുന്ന പല പേഷ്യൻസും ഇല്ലാത്ത പേരും പറഞ്ഞ് ഓരോ ടെസ്റ്റ് ചെയ്യിക്കും. ഒരു ചെറിയ പനിയാണേൽ പോലും വേണ്ടതും വേണ്ടാത്തതുമായ കുറേ ടെസ്റ്റ് ചെയ്തിട്ട് അവരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. ഇവിടെ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും എന്തിനാ അവിടേക്ക് മാറ്റുന്നതിനെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിത് പറയാൻ കാരണം ഞങ്ങളുടെ ഫ്ലാറ്റ്മേറ്റ് അവരുടെ കുട്ടിയെ കൊണ്ട് ഇവിടേക്ക് വന്നു. ചെറിയൊരു പനിയായിരുന്നു. ഒരു ദിവസം ഇവിടെ അഡ്മിറ്റാക്കി. ഞാൻ ആ കുട്ടിയെ കാണാൻ ചെന്നപ്പോഴാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത് ഇത്രയും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന്. ശരിക്കും ഒരു വൈറൽ ഫീവറിന് ഇത്രയും ടെസ്റ്റ് ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ ആ ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുതേ എന്ന് പറഞ്ഞു. ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം വന്നിട്ട് അവർ കണ്ടത് അവിനാഷ് ഡോക്ടറെ ആയിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഒരു സർജറി ആവശ്യമുണ്ട് എന്ന്. സോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അന്നേരം തന്നെ ചേച്ചിയും ചേട്ടനും എന്നെ കാണാൻ വന്നു. അപ്പോൾ കൂടെ ദേവു ഉണ്ടായിരുന്നു. ടെസ്റ്റ് റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കാര്യമായ പ്രശ്നമൊന്നുമില്ല. അവരെന്നോട് അവിനാഷ് ഡോക്ടർ പറഞ്ഞ കാര്യം എല്ലാം പറയുകയും ചെയ്തു. അപ്പോഴാണ് പല സംശയം തോന്നാൻ തുടങ്ങിയത്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഡിസ്ചാർജായി അവർ പോയി. അപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി തുടങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെ പഠിച്ച നിഹാൽ ബേബി മെമ്മോറിയൽ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവനോട് ചോദിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. അന്നേരമാണ് അറിഞ്ഞത് അവിടെ പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്ന്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെയുണ്ട്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ MP തോമസ് ചാണ്ടിയുടെ ആയതുകൊണ്ട് ആർക്കും പരാതി കൊടുക്കാൻ പറ്റില്ല, പേടിച്ചിട്ട്. അന്വേഷിച്ചു വന്നപ്പോൾ ഐസക്കിൻ്റെ അളിയനാണ് ഈ ചാണ്ടി. ഐസക്കിൻ്റെ സെറ്റപ്പാണ് ഇവിടുത്തെ HR മീരയും ഇവിടുത്തെ ഹെഡ് നേഴ്സ് മോളിയും. മോള് പറഞ്ഞ ഈ കാര്യമൊക്കെ സത്യമാണ് എന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ കണക്ക് പലപ്പോഴും നോക്കിയപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിലുള്ള പല സംശയങ്ങൾ അവരെന്നോട് പറഞ്ഞു. അവരത് പ്രത്യേകം നോട്ട് ചെയ്ത് വിവരം എന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. അതുമല്ല, പല ടെസ്റ്റ് നടത്തുന്നതൊന്നും റെക്കോർഡ്സ് ആക്കിയിട്ടില്ലെന്ന് നിന്നോട് ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ അതിനെപ്പറ്റി. തൽക്കാലം നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഡെറിക്കിൻ്റെ തട്ടകത്തിൽ വന്ന് കളിക്കാൻ ആർക്കാണ് ഇത്രയും ധൈര്യം എന്ന് എനിക്കൊന്ന് അറിയണം. ഇവരുടെ സെക്യൂരിറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. സൂക്ഷിക്കണം രണ്ടുപേരും. എന്തായാലും കേട്ടല്ലോ. ഒരു മുന്നറിയിപ്പ് പോലെ ഡെറി അവരോടായി പറഞ്ഞു. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. പതിവ് പോലെ ഒരു ഒഴിവു ദിവസം രാത്രി ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ ഇരിക്കുവാണ് ദേവുവും ശ്രീയും. ദേവു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുവോ? കുറച്ച് നിമിഷത്തെ മൗനത്തിന് ശേഷം ശ്രീ അവളോടായി ചോദിച്ചു. ഞാൻ എന്നേലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ അങ്ങനെയൊരു ചോദ്യം നീ ചോദിച്ചത്? ശ്രീയുടെ ചോദ്യം കേട്ടതും ദേവു അവളോടൊരു ചിരിയോടെ പറഞ്ഞു. അത് നിനക്ക് സൂര്യേട്ടനെ അറിയോ? അവളുടെ മുഖത്തേക്ക് തന്നെ നോട്ടം അർപ്പിച്ചുകൊണ്ട് ശ്രീ അവളോടായി ചോദിച്ചു. ശ്രീയുടെ ആ ചോദ്യത്തിന് ദേവുവിൻ്റെ ഭാഗത്തു നിന്ന് വേദനയിൽ നിറഞ്ഞ ഒരു പുഞ്ചിരിയാണ് അവൾ തിരികെ സമ്മാനിച്ചത്. തോറ്റുപോയവളുടെ പുഞ്ചിരി. എന്താടി നീ ഒന്നും പറയാത്തെ? അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ശ്രീ അവളോടായി ചോദിച്ചു. നീ ചോദിച്ചില്ലേ അറിയോ എന്ന്? അറിയാം. ഒരിക്കൽ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തിയാണ് നിന്റെ സൂര്യേട്ടൻ. ശ്രീയുടെ ചോദ്യം കേട്ടതും അവളെ നോക്കി ഒരു ചിരിയോടെ ദേവു പറഞ്ഞു. എന്താ ദേവു നീ പറഞ്ഞത്? സത്യാണോ? കേട്ടത് വിശ്വസിക്കാനാവാതെ ശ്രീ അവളോടായി ചോദിച്ചു. സത്യമാണ്. ഒരിക്കൽ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയത് അപമാനം മാത്രമാണ്. ഒരു പുച്ഛച്ചിരിയോടെ ദേവു ശ്രീയോടായി പറഞ്ഞു. എന്തൊക്കെയാ നീ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവു പറയുന്നതൊന്നും മനസ്സിലാവാതെ വന്നതും ശ്രീ അവളോടായി ചോദിച്ചു. പറയാം എല്ലാം. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നിന്നോട് പലതവണ പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ പറ്റിയില്ല ആ സമയത്ത്. പക്ഷേ ഒരു കാര്യം, ഞാനന്ന് തീരുമാനിച്ചതാണ്, ഇനി സൂര്യനാരായണൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു ശല്യമായി ഈ ദേവിക രാമചന്ദ്രൻ വരില്ല എന്ന്. അത് പറയുമ്പോൾ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവളുടെ വാക്കുകളിൽ. ദേവു ഡാ, നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? അവൾ പറയുന്നത് ഒന്നും മനസ്സിലാവാതെ വന്നതും ശ്രീ ഒരു പകപ്പോടെ അവളോടായി ചോദിച്ചു. പറയാം, എല്ലാം പറയാം. ഇനി നീ അറിയണം എല്ലാം. ദേവു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു തുടങ്ങി.